പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായി ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, മദീനയിലെ കർഷകരായ സഹാബാക്കൾ അവരുടെ കാർഷിക വിളവുകൾ എടുത്തു തുടങ്ങുമ്പോൾ കന്നിപ്പഴം, ആദ്യത്തെ പഴം അള്ളാഹുവിന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കാഴ്ചവെക്കുന്ന ചില രീതികൾ അവിടെ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്ന കന്നിപ്പഴം റസൂലുള്ളാഹി സ്വീകരിക്കുകയും എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രവാചകൻ്റെ ഒരു പതിവാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മദീനത്തിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ മുദ്ദിന, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സാഇന. അല്ലാഹുവേ, നമ്മുടെ പഴവർഗ്ഗങ്ങളിൽ, കാർഷിക വിളവുകളിൽ, നമ്മുടെ ഭക്ഷ്യമേഖലയിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. നമ്മുടെ നാട്ടിന് നീ ഐശ്വര്യം ചൊരിയണേ അല്ലാഹുവേ. നമ്മുടെ കിലോകളിലും നമ്മുടെ ലിറ്ററുകളിലും നമ്മുടെ ഷാകളിലും മുദ്ദുകളിലുമൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹുവേ. അല്ലാഹുവേ, ഇന്ന ഇബ്രാഹിമ അബ്ദുക വ നബിയുക വ ഖലീലുക. തീർച്ചയായിട്ടും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹു നിൻ്റെ റസൂലാണ്, നിൻ്റെ നബിയാണ്, നിൻ്റെ ഖലീലാണ്. അദ്ദേഹം മിൻഹു ദഅക ലിമക്ക വ അന അദൂക ലിൽ മദീന. അദ്ദേഹം മക്കയ്ക്ക് വേണ്ടി ദുആ നടത്തിയിട്ടുണ്ട്. മക്കയുടെ പുരോഗതിക്ക് വേണ്ടിയും സമ്പൽ സമൃദ്ധിക്കും വേണ്ടിയിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തതുപോലെ ഞാനും മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, മക്കയ്ക്ക് വേണ്ടി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ചോദിച്ചതിൻ്റെ ഇരട്ടി നീ മദീനയ്ക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയും ശേഷം അവിടെ ആ സദസ്സിലുള്ളതിൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടിയെ വിളിച്ചിട്ട് ആ പഴം കഴിക്കാൻ കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, സഹാബാക്കൾ സാക്ഷ്യപ്പെടുത്തുന്നതായി കാണാൻ കഴിയുന്നു. ഇവിടെ ലോകത്ത് കടന്നുപോയ നമ്മൾക്ക് കിട്ടിയ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം കണ്ട ഏറ്റവും വലിയ മഹാരഥന്മാരായ രണ്ട് മനുഷ്യർ, അവർ രണ്ടുപേരും നടത്തുന്നൊരു പ്രാർത്ഥനയും ആ പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ബൃഹത്തായൊരു സന്ദേശവുമാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അവർ രണ്ടുപേരും നടത്തുന്ന പ്രാർത്ഥന അവരവരുടെ നാടിന് വേണ്ടിയാണ്. നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തിയ പ്രാർത്ഥന, റസൂല് പറഞ്ഞ ആ പ്രാർത്ഥന മക്കയ്ക്ക് വേണ്ടി നടത്തിയ പ്രാർത്ഥനയാണ് ഖുർആൻ എടുത്ത് പരാമർശിക്കുന്നത്. മക്കയിലേക്ക് തൻ്റെ ഭാര്യയെയും മകനെയും താമസിപ്പിക്കാൻ അള്ളാഹുവിന് നിർദ്ദേശമുണ്ടായപ്പോൾ ആ നിമിഷം അള്ളാഹുവിനോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം തുറന്നു പറഞ്ഞൊരു കാര്യമുണ്ട്. റബ്ബന ഇന്നി അസ്കന്തു മിൻ ദുരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അള്ളാഹുവേ, ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്നത് നിൻ്റെ പരിശുദ്ധമായ മണ്ണിലാണ്, നിൻ്റെ പവിത്രമായ കാബയുടെ മണ്ണിലാണെങ്കിൽ പോലും ഒരു ദി സറഇൻ, ഇവിടെ കാർഷിക യോഗ്യമായൊരു മണ്ണല്ല അള്ളാഹുവേ, കൃഷിക്ക് യോഗ്യമല്ലാത്ത ഒരു പച്ചപ്പിനെയും മുളപ്പിക്കാത്ത ഈ മണ്ണിലാണ് ഞാൻ എൻ്റെ ഭാര്യയും കുഞ്ഞിനെയും ഉപേക്ഷിച്ചു പോകുന്നത്. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത, അവർക്ക് പ്രാർത്ഥിക്കാൻ അള്ളാഹുവേ നീ ഉണ്ട് എന്നതാണ് എൻ്റെ മുമ്പിൽ ആകെയുള്ള പ്രതീക്ഷ, മറ്റൊന്നും ഞാൻ കാണുന്നില്ല എന്ന്. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഭൂമിയിൽ നിന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാമെന്നല്ലാതെ ഭൗതികമായ ജീവിതത്തിൻ്റെ യാതൊരുവിധ സംവിധാനങ്ങൾക്കും ഒരു പ്രതീക്ഷയുമില്ലാത്തൊരു മണ്ണിലാണ് അദ്ദേഹം വിട്ടുപോകുന്നത്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഒരു പച്ചപ്പ് പോലും ഇല്ലാത്ത മണ്ണിലാണ് ഞാൻ വിട്ടുപോകുന്നത്, എല്ലാം നിന്നെ ഏൽപ്പിക്കുന്നു എന്ന്. ആ നാട്ടിൽ പിന്നീട് കഅബാലയത്തിൻ്റെ പണി പൂർത്തിയാക്കിയതിനു ശേഷം ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന പ്രാർത്ഥനയാണ്, റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനൻ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്ത്. അല്ലാഹുവേ, ഈ നാടിനെ നിർഭയത്വമുള്ള നാടാക്കണം, സമാധാനത്തോടെ ഒന്നിനെയും ഭയപ്പെടാതെ മനുഷ്യർക്ക് വസിക്കാൻ യോഗ്യമാക്കി ഈ നാടിനെ മാറ്റണം അല്ലാഹുവേ. അതോടൊപ്പം തന്നെ വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി, ഈ നാട്ടിൽ വസിക്കുന്നവർക്ക് ആവശ്യമായ ഭക്ഷണ മേഖലയും നീ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ. അത് കാർഷിക ഉൽപ്പന്നങ്ങളായി, പഴവർഗ്ഗങ്ങളായിട്ട് അവർക്ക് സമൃദ്ധമായ ഭക്ഷ്യമേഖലയും നീ സംവിധാനിക്കണേ അല്ലാഹുവേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹം നടത്തുന്ന പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയുടെ ഉത്തരമാണ് സൂറത്തുൽ ഖുറൈശിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലദീ അത്അമഹും മിൻ ജൂഅ് വആമനഹും മിൻ ഖൗഫ് എന്ന് ഖുറൈശികളെ വിളിച്ചുകൊണ്ട്, അതാ അറബികളിൽ പ്രമുഖരായ ഒരു ഗോത്രത്തെ ചൂണ്ടിക്കൊണ്ട് സർവ്വ അറബികൾക്കും അറേബ്യൻ സമൂഹത്തിന് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തെക്കുറിച്ചാണ് ഖുർആൻ സംസാരിക്കുന്നത്. വിശപ്പിന് ആഹാരവും നിർഭയത്വമുള്ള ഒരു അന്തരീക്ഷവും നിങ്ങൾക്ക് നൽകിയവൻ അള്ളാഹുവാണ്. ആ അള്ളാഹുവിനെ ഫൽയഅബ്ദ്, നിങ്ങൾ ആ റബ്ബിനെ ആരാധിക്കണേ എന്ന് ഖുർആന്റെ ആഹ്വാനമുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരത്തെ വിശദീകരിച്ചൊരു ഭാഗം കൂടിയാണിത്. ഇപ്പം മക്കയിൽ ഒരു പച്ചപ്പ് പോലും മുളയ്ക്കാത്ത മണ്ണിൽ സംസം എന്ന മഹത്തായ നീരുറവ നൽകുകയും ആ സംസം ഉണ്ടാക്കിയ ഒരു നാഗരികതയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് മക്ക എന്ന ദേശത്തിൻ്റെ എല്ലാ പരിവർത്തനങ്ങളും എല്ലാ വികസനങ്ങളും നിലനിൽക്കുന്നത്.
ആ മക്കൾക്ക് കിട്ടിയതിൻ്റെ ഇരട്ടിയാണ് റസൂലുള്ളാഹി മദീനയ്ക്ക് വേണ്ടി ചോദിക്കുന്നത്. സ്വന്തം നാട് നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൗരബോധമാണ് ഈ ഇരുവരിലെയും നമുക്ക് കാണാൻ കഴിയുന്നത്. എൻ്റെ നാട് സമ്പൽ സമൃദ്ധമായിരിക്കണമെന്ന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ആഗ്രഹം, അതുപോലെ ഞാൻ വസിക്കുന്ന എൻ്റെ നാട് സമ്പൽ സമൃദ്ധമായിരിക്കണമെന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം. ഇബ്രാഹിം നബി ചോദിച്ചതിൻ്റെ ഇരട്ടി നീ നൽകണം. ഈ നാട്ടിൽ നിർഭയത്വം ഉണ്ടാകണം, സമാധാനത്തോടെ ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം, ഒപ്പം സമ്പൽ സമൃദ്ധി ഉണ്ടാകണം, അവരുടെ ഭക്ഷ്യമേഖലയിൽ എല്ലാത്തരം ഐശ്വര്യങ്ങളും ഉണ്ടാകണമെന്ന് പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ പ്രാർത്ഥിച്ചു നിർത്തുകയായിരുന്നില്ല. ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ ഉൽപാദന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായ നിലയിലുള്ള പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആ കാർഷിക ഉൽപ്പന്നത്തിനെ വളരെ ആദ്യത്തെ കനി കൊണ്ട് കൊടുക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അത് കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന പ്രവാചകൻ, അന്നമാണോ ഇതില്ലെങ്കിൽ ഇവിടെ ഒരു വികസനവുമില്ല. അടിസ്ഥാനപരമായി മനുഷ്യന്റെ ആവശ്യത്തിന് നിലനിൽപ്പ് എന്നുള്ളത് അന്നമാണ്. അത് ഉപഭോഗത്തിനനുസൃതമായ ഉൽപാദനങ്ങളിലൂടെയാണ് ഒരു നാടിന്റെ സമ്പൽ സമൃദ്ധി നിൽക്കുന്നത് എന്ന് പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അബസയിൽ അല്ലാഹു പറയാണ്, മനുഷ്യരെ നിങ്ങളുടെ അടിസ്ഥാന ഘടകങ്ങളായ നിങ്ങളുടെ ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ നിങ്ങൾക്ക് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിലേക്ക് നോക്കൂ. അന്നമാണല്ലോ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനം. നിങ്ങളുടെ ഭക്ഷ്യമേഖലയിലേക്ക് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ചിന്തിക്ക്, എവിടെ നിന്നാണ് നിങ്ങളുടെ ഭക്ഷണം ഉണ്ടാകുന്നത് എന്ന്. അന്നാ സബബുനൽ മാ അസ്സബ്ബ, ആകാശത്ത് നിന്ന് പെയ്തിറങ്ങുന്ന മഴത്തുള്ളികളാണല്ലോ അതിൻ്റെ ഉത്ഭവസ്ഥാനം. അതിനെ സ്വീകരിക്കുന്ന മണ്ണുണ്ടല്ലോ, അതിനെ മഴത്തുള്ളികളെ സ്വീകരിക്കുകയും ആ ഭൂമി വിണ്ടുകീറി പുറത്തേക്ക് വരുന്ന തളിരുകളും മുളകളിൽ നിന്നുമാണ് നിങ്ങളുടെ ഭക്ഷണങ്ങളുടെ ഉത്ഭവം ഉണ്ടാകുന്നത്. അത് തളിരിട്ട് അത് പൂവിട്ട് കായ്ച്ച് പഴങ്ങളായി ധാന്യങ്ങളായി നിങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണങ്ങളായി എത്തുന്നത് അള്ളാഹുവിൻ്റെ ഒരു സംവിധാനമാണ്. നിങ്ങൾ കാണുന്നില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ. ഈ മനുഷ്യന്റെ ഭക്ഷ്യമേഖല എന്നുള്ളത് കാർഷിക ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് എന്നത് വളരെ വ്യക്തമായി വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ. ഒന്നല്ല, പല ആവർത്തി പല ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് പടച്ചവനൊരു സംവിധാനം എന്നതിലുപരിയായിട്ട് അടിസ്ഥാനപരമായ മനുഷ്യന്റെ നിലനിൽപ്പിന് ആവശ്യമായത് ശുദ്ധമായ വായു, ശുദ്ധമായ വെള്ളം, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് സമൃദ്ധമായ ഭക്ഷ്യമേഖലയാണ്. പിന്നെ സമാധാനമുള്ളൊരു അന്തരീക്ഷമുണ്ടെങ്കിൽ അവൻ എല്ലാം ജയിച്ചവനെ പോലെയാണ്. ലോകത്ത് ആ മനുഷ്യന് പിന്നെ എന്താ വേണ്ടത്? പിന്നൊന്നും വേണ്ടി വരില്ല. ഇതിനെ താത്വികമായി ഒരു അവലോകനം നടത്തിക്കൊണ്ട് പ്രവാചകൻ ഒരു വ്യക്തി ജീവിതത്തിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയത്തെ. മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സിർബിഹി, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ സ്വന്തം കുടുംബത്തിൽ അവൻ സ്വസ്ഥതയോടെ സമാധാനത്തോടെ നേരം വെളുപ്പിച്ചു. അന്ന് ടെൻഷനൊന്നുമില്ല, സമാധാനത്തോടെ ആരെയും ഭയപ്പെടാതെ നിർഭയത്വത്തോടെ ഒരു നേരം വെളുപ്പിച്ചു നിങ്ങൾ. ആ ദിവസം അവന് കഴിക്കാനുള്ള ആഹാരവും ഉണ്ടായിരുന്നു. ആരോഗ്യമുള്ള ഒരു ശരീരവും അയാൾക്കുണ്ടായിരുന്നു. അന്ന് കഴിക്കാനുള്ള ആഹാരമുണ്ട്, നിർഭയത്വമുള്ളൊരു അന്തരീക്ഷമുണ്ട്, അവൻ എന്ത് ചെയ്യുക, അവൻ ആരോഗ്യവുമുണ്ട് എങ്കിൽ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പ്രപഞ്ചം മുഴുവൻ രണ്ട് ചക്രവാളങ്ങൾക്കിടയിലുള്ള ദുനിയാവ് മുഴുവൻ ഒരു മനുഷ്യൻ സ്വന്തമാക്കിയാൽ ഉണ്ടാകുന്നതിനേക്കാളും മികവുറ്റ ജീവിതമാണ് ആ മനുഷ്യന് നൽകപ്പെട്ടിട്ടുള്ളത് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കെന്നാൽ ഈ ദിവസം കഴിക്കാനുള്ള ആഹാരം അതിൽ കൂടുതലും കഴിക്കില്ല. ഇന്ന് നമുക്ക് കഴിക്കാനുള്ള ആഹാരം അതിൽ കൂടുതലുണ്ടെങ്കിൽ നാളെ കഴിക്കാൻ പറ്റൂ. ഈ ദിവസത്തിൽ നമ്മൾ ഏറ്റവും വലിയ സമ്പന്നരാക്കുന്നത് 3 ഘടകങ്ങളാണ്: ആരോഗ്യമുള്ള ശരീരം, സമാധാനമുള്ള ഒരു ജീവിതാന്തരീക്ഷം, അതോടൊപ്പം തന്നെ കഴിക്കാൻ ആവശ്യമായ ഭക്ഷണം. ഇത് 3 ഉണ്ടെങ്കിൽ ഒരു മനുഷ്യൻ സമ്പന്നനായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ഈ അനിവാര്യമായ അടിസ്ഥാന ഘടകങ്ങളാണ്. ശുദ്ധമായ വെള്ളവും വായുവും കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട 3 കാര്യങ്ങൾ കൂടി ഒത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വികസനം പൂർണ്ണമായി. ഈ വികസന കാഴ്ചപ്പാടാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. അതിനുവേണ്ടി പണിയെടുക്കാൻ സമൂഹത്തെ പ്രേരിപ്പിച്ചു. മൻ കാന ലഹു അർളൻ ഫൽയസ്റഅഹാ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് ഭൂമി ഉണ്ടെങ്കിൽ അവൻ കൃഷി ഇറക്കണമെന്ന്, അതിൽ കൃഷി ചെയ്യണമെന്ന്, മണ്ണിന്റെ ഉടമ മണ്ണിൽ പണിയെടുക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ അവൻ കൃഷി ചെയ്യാൻ യോഗ്യനായ കർഷകനായ സഹോദരന് ആ ഭൂമി നൽകട്ടെ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എഴുതി കൊടുക്കണമെന്നല്ല, കൃഷിക്ക് കൊടുക്കാൻ. ഭൂമി നിർജീവമായി കിടക്കാൻ പാടില്ല. അത് പരിപോഷിപ്പിക്കേണ്ടതും പരിപാലിപ്പിക്കേണ്ടതും മനുഷ്യന്റെ ബാധ്യതയാണ്. ഭക്ഷ്യമേഖലയിൽ മനുഷ്യന്റെ ജനസംഖ്യ അനുപാതം അനുസരിച്ചുള്ള ഉൽപാദനങ്ങൾ ഇവിടെ നടത്തേണ്ടതുണ്ട്. ഒരു നാടിന്റെ വികസനം അവിടെയാണ് നിലനിൽക്കുന്നത്. ഒരു നാടിന്റെ വികസനം എന്നുള്ളത് ആ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് ആവശ്യമായ ഭക്ഷ്യസമ്പത്തിനെ സംരക്ഷിക്കുന്നിടത്താണ്. നമ്മൾ ആ മേഖലയെക്കുറിച്ച് ആലോചിക്കാറില്ല.
നമ്മൾ ആലോചിക്കാറില്ല, നമ്മൾ ചിന്തിക്കുന്ന ഒരു മേഖലയല്ല. ഒരു ഭൂമിയെ ഒരു മനുഷ്യൻ ജീവിപ്പിച്ചു, അവൻ പരിപാലിക്കുകയാണെങ്കിൽ അതിന് ഉടമകളില്ല. പ്രത്യേകിച്ച് ഒരു വ്യക്തിയുടെ പേരിൽ എഴുതപ്പെടാത്ത ഒരു വസ്തു, പൊതുവായ ഒരു വസ്തുവിനെ ഒരു മനുഷ്യൻ വെറുതെ കിടന്ന നിർജീവമായ മണ്ണിനെ ജീവിപ്പിക്കുന്നുണ്ടെങ്കിൽ കർഷകനാണ് അതിൻ്റെ അവകാശമുള്ളത് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മണ്ണ് പരിപാലിക്കുന്നവനാണ് അതിൻ്റെ ഉടമസ്ഥാവകാശമെന്ന്, കൈകാര്യകർത്തൃത്വം ഉള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരത്തിൽ ഒരുപാട് ഹദീസുകൾ കാണാൻ കഴിയും. ഒരു മരം നട്ടുവെക്കുന്നതിൻ്റെ പിറകിലെ പുണ്യങ്ങളെക്കുറിച്ചും കൃഷിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹി സംസാരിച്ച ഒരുപാട് ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നമ്മൾക്ക് അറിയുന്ന ആൾക്കാരാണ്. ലോകം അവസാനിച്ചു കൊണ്ടിരിക്കുമ്പോഴും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കണേ എന്ന് പറഞ്ഞ പ്രവാചകൻ, പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു ചെന്ന തോട്ടത്തിൽ സമൃദ്ധമായി കൊലകുത്തി നിറഞ്ഞു നിൽക്കുന്ന ഈന്തപ്പഴ മരത്തെ കണ്ടപ്പോൾ റസൂലുള്ളാഹി ചോദിച്ചത് ഇത് ആരാണ് നട്ടതെന്നാണ്. നട്ടവന്റെ പേര് പറയുമ്പോൾ റസൂലിന്റെ പ്രതികരണം എങ്ങനെയാണ്? അയാൾ വലിയൊരു പുണ്യം ചെയ്തിരിക്കുന്നു എന്ന്. ഒരുപാട് ഈന്തപ്പഴങ്ങൾ നിറഞ്ഞു കാച്ചു നിൽക്കുന്ന, സമൃദ്ധമായി ബലം നൽകുന്ന ഒരു ഈന്തപ്പന മരം കണ്ടപ്പോൾ നട്ടവന്റെ പേരും നാളും അന്വേഷിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് നട്ടതെന്ന്. എന്നിട്ട് എന്താ റസൂൽ പറഞ്ഞത്? അയാൾ ഒരു പുണ്യം ചെയ്തിരിക്കുന്നു എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അയാൾ കഴിക്കലോ കഴിക്കാതിരിക്കലോ അല്ല, പക്ഷെ ഒരു സമൂഹത്തിന്റെ അന്നത്തിന്റെ അടിത്തറ നിർമ്മിക്കുന്നതിൽ അയാൾക്ക് ചെറിയൊരു പങ്കുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഇതാണ് നമ്മുടെ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാടാകേണ്ടിയിരുന്നത്. പക്ഷെ നമ്മൾ ഈ നിലയിലല്ല. അടിസ്ഥാനപരമായ അനിവാര്യതകൾക്ക് തുരങ്കം വെച്ചുകൊണ്ടുള്ള ഒരു വികസന കാഴ്ചപ്പാടിലേക്കാണ് നമ്മൾ മാറി നിൽക്കുന്നത്. അവിടെ നമ്മുടെ ജീവിതം ഡിഫറൻ്റ് ആവുന്ന അവിടെയാണ്. നമ്മൾ വികസനത്തെക്കുറിച്ച് ആരോട് പറയുന്നു, ആര് പറയുന്നു നമ്മൾ ആലോചിക്കുക. വികസനത്തെക്കുറിച്ച് അള്ളാഹുവിൻ്റെ റസൂലും ഖുർആനും സംസാരിക്കുക. അത് നമ്മളോട്, ഈ 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന നമ്മളോട് ഏതൊക്കെ വികസനങ്ങളാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്? ലോകം ചിന്തിക്കാത്ത, 6-ാം നൂറ്റാണ്ടിലെ സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയാത്തത്രയും ജീവിത പുരോഗതികൾ പ്രാപിച്ചൊരു സമൂഹത്തിന് മുമ്പിൽ ഖുർആൻ വെച്ച് വികസനം പറയുക എന്നുള്ളത് അബദ്ധമായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഖുർആൻ പറഞ്ഞ ഒരു വികസനത്തിന് അതൊരു ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു, അതിന് സമഗ്രതയുണ്ടായിരുന്നു, അതിലൊരു സാമൂഹ്യ സുരക്ഷിതത്വം ഉണ്ടായിരുന്നു, ഒരു സാമൂഹിക ഭദ്രതയുണ്ടായിരുന്നു. സാമ്പത്തികമായ സമത്വവും ഒപ്പം അതോടൊപ്പം സാമൂഹികമായ ഒരു സന്തുലിതത്വവും കൃത്യമായും ഗ്രഹപാഠം നടത്തിക്കൊണ്ടാണ് ഇസ്ലാം വികസനത്തെക്കുറിച്ചുള്ള സംസാരങ്ങൾ നടത്തുന്നത്. അല്ലാതെ ഇനി ദീർഘവീക്ഷണമില്ലാതെ ഒരു സമൂഹത്തിൻ്റെ അടിത്തറ പോലും ഇളക്കിക്കളയുന്ന വിധത്തിലുള്ള പ്രക്രിയകളല്ല വികസനങ്ങൾ. നമ്മളുടെ വികസനം അവിടെ കുറേ കോൺക്രീറ്റ് കാടുകൾ ഉണ്ടാക്കിയതാണ് നമ്മുടെ വികസനം. കെട്ടിടങ്ങൾ എന്ന പേരിൽ ഈ ആഡംബര ജീവിതങ്ങൾ കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ട് ലക്ഷറിയുടെ പേരിൽ നമ്മൾ ഉണ്ടാക്കി കെട്ടിപ്പടുത്ത ഈ വിനകളുണ്ടല്ലോ, ഈ വിപരീതമായ ദീർഘവീക്ഷണമില്ലാത്ത, സാമൂഹ്യ ഭദ്രതയ്ക്ക് കെട്ടുറപ്പില്ലാത്ത, ഒരു തരത്തിലുള്ള ചിന്തകളുമില്ലാത്ത ഈ വികസനങ്ങൾ, ആ വികസനത്തിന്റെ വിനയാണല്ലോ നമ്മളിപ്പോൾ അനുഭവിക്കുന്നത്. ഈ വയനാട്ടിലടക്കം നമ്മൾ ഈ വയനാട്ടിൽ കണ്ട ഈ സംഭവം അടക്കം നമ്മുടെ നാട്ടിൽ നിരന്തരമായി കടന്നുകൊണ്ടിരിക്കുന്ന ഉരുൾപൊട്ടലുകളും അതോടൊപ്പം തന്നെ വെള്ളപ്പൊക്കങ്ങളും ഇതിൻ്റെ വരൾച്ചയും ഇതെല്ലാത്തിൻ്റെയും കാരണം എന്താണ്? നമ്മുടെ മുൻപും പിന്നുമില്ലാത്ത ഈ വികസന പ്രക്രിയകളാണ്. വ്യക്തമായ കാഴ്ചപ്പാടുകളില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത ഈ വികസനങ്ങളാണ് നമ്മളെ മുച്ചൂട് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും നമ്മൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ നാശങ്ങളുണ്ടാകും. ഈ വിഷയത്തിൽ ഖുർആൻ സംസാരിക്കുന്നു, അള്ളാഹു സംസാരിക്കും, അള്ളാഹുവിനൊരു സംവിധാനമുണ്ടോ ഈ ഭൂപ്രകൃതിയിൽ? ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചൊരു രീതിയുണ്ട്, ഓരോന്നിനും ഓരോ കടമയുണ്ട്. റബ്ബനാ മാ ഖലഖത ഹാദാ ബാത്തില എന്ന് ചിന്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവും എന്തിനാണ് കാനനങ്ങളെന്ന്, എന്തിനാണ് മാമലകളെന്ന്, എന്തിനു വേണ്ടിയിട്ടാണ് പുൽക്കൊടികളെന്ന്, എന്തിനു വേണ്ടിയാണ് പച്ചിലത്തോട്ടങ്ങളെന്ന്. ഇതിനെക്കുറിച്ച് പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഒന്നും പാഴായി പടച്ചവൻ സൃഷ്ടിച്ചിട്ടില്ല. ഓരോന്നിനും ഓരോ ദൗത്യമുണ്ട്. നമ്മുടെ വികസനങ്ങൾക്ക് വേണ്ടി കുറഞ്ഞ ആൾക്കാർക്ക് കുറഞ്ഞൊരു കാലഘട്ടത്തിലേക്ക് സുഖിക്കാനുള്ളതിൻ്റെ പേരോ വികസനം എന്നുള്ളത്. കുറച്ചു പേർക്ക് കുറച്ചു കാലം സുഖിച്ച് ജീവിക്കാൻ അതിൻ്റെ പേരിൽ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് വികസനം എന്ന് പറയുന്നത്. അതിൻ്റെ പേരിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു സമൂഹമാണ്. ഈ ഭൂമിയിലുള്ളതെല്ലാം നമുക്ക് വേണ്ടി പടച്ചു എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ വ്യാഖ്യാനമുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാം സംവിധാനിച്ചതെന്ന് പറഞ്ഞാൽ ആ നിങ്ങളാരാ? ഞാൻ നിങ്ങൾ മാത്രമാണോ? നമുക്ക് മുമ്പ് ജീവിച്ചുപോയ മനുഷ്യർക്ക് അവകാശമുണ്ടായിരുന്നു, നമുക്ക് ശേഷം ജീവിക്കുന്നവർക്കും അതിൽ അവകാശമുണ്ട്. ഇനിയും മനുഷ്യരോട് ജീവിക്കാനുണ്ട്. നമ്മൾ ജീവിച്ച് അവസാനിക്കുമ്പോൾ ഇനി ഒന്നും ബാക്കി വരാൻ പാടില്ല എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെ കെട്ടിപ്പൊക്കുന്ന വികസനങ്ങൾ ഈ സമൂഹത്തിൻ്റെ എല്ലാത്തരം നിലനിൽപ്പുകളെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ സംരക്ഷിച്ച് പെടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അള്ളാഹുവിൻ്റെ ഒരു ആവാസ വ്യവസ്ഥയിൽ അള്ളാഹുവിൻ്റെ ഒരു സന്തുലിതത്വം നിലനിർത്താനുള്ള അള്ളാഹുവിൻ്റെ കുറേ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ കടക്കി കത്തി വെച്ചുകൊണ്ടല്ല ഒരു വികസനങ്ങൾ നമ്മൾ നടപ്പിലാക്കേണ്ടത്. അത് വിശ്വാസികൾക്ക് അതിൽ പങ്കുവരാൻ പാടില്ല. ജനങ്ങൾ പൊതുവിൽ ഖുർആനികമായ ഒരു ചിന്തയും ഖുർആൻ പഠിപ്പിക്കുന്ന മനോഹരമായ വികസന കാഴ്ചപ്പാടുകളും ലോകം ഏറ്റെടുക്കേണ്ട ബാധ്യതയുണ്ട്. ജനങ്ങൾ നിലനിൽക്കണ്ടേ, ഈ ലോകം നിലനിൽക്കണ്ടേ? അത് കൃത്യമായി പഠനാർഹമാക്കേണ്ട വിഷയമാണ്. അത് പഠിച്ച് കൃത്യമായി പരിപാലിക്കേണ്ട വിഷയവുമാണ്. ഈ ഭൂമിയുടെ വിഷയത്തിൽ നമുക്ക് വലിയ കടമയുണ്ട്.
ഇന്നല്ലാഹു മുസ്തഅമിറുക്കും ഫിഹാ എന്ന് ഇതിന്റെ പരിപാലന ചുമതലയും മനുഷ്യനെ ഏൽപ്പിച്ചിട്ടുണ്ട്. വസിക്കാൻ മാത്രമല്ലടോ, ഇത് ഉപയോഗിക്കാൻ മാത്രമല്ല, ഇത് നിലനിർത്താനുള്ള പ്രവർത്തനങ്ങൾ കൂടി പങ്കാളികളാകണം മനുഷ്യൻ. അത് മനുഷ്യന്റെ ബാധ്യതയാണ്, മനുഷ്യന്റെ കടമയാണ്. എന്ന് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നശിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വ്യാപകമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ പശ്ചിമഘട്ടം സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടായിരുന്നല്ലോ, അത് സംരക്ഷിക്കാതെ പോയതിൻ്റെ വിനയാണ് ഇന്ന് വയനാട്ടിലടക്കം കണ്ടുവരുന്നത്. വയനാട് മാത്രമല്ല, കേരളത്തിൽ തുടരെ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ എത്രയോ സംഭവങ്ങൾ 2018 മുതൽ അങ്ങോട്ട് ഉരുൾപൊട്ടലുകൾ തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന്. അടുത്തത് വരുമ്പോൾ നമ്മൾ പറയും ഇതാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമെന്ന്. ഒന്നിനു പിറകെ ഒന്നായി കടന്നു വരുന്ന ദുരന്തങ്ങൾ മനുഷ്യന് ആശങ്കയോടുകൂടി ഒന്നുറങ്ങാൻ കിടക്കാൻ പോലും ധൈര്യപ്പെടാത്ത അവസ്ഥയിൽ നിർഭയത്വം നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യം ഇവിടെ സൃഷ്ടിച്ചെടുത്തത് നമ്മൾ തന്നെയാണ്. ഈ മനുഷ്യന് ഉറങ്ങാൻ കിടക്കാൻ നിവൃത്തിയില്ല. ഒരു രാത്രി ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഒരു നാടില്ല എന്ന് പറയുമ്പോൾ, ഒരു ഗ്രാമം തന്നെ ഇല്ലാതെ പോയി എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതത്തിൻ്റെ ആ ഒരു ആഴം നമ്മൾ മനസ്സിലാക്കണം. ആരുമില്ലാതായിപ്പോയ മനുഷ്യർ, അയാളുടെ കുടുംബത്തിൻ്റെ അസ്ഥിവാരം പോലും നഷ്ടപ്പെട്ടു പോയിട്ട് അവശേഷിച്ച ഏകാഗിയായ വ്യക്തികൾ 40ഓളം പേർ ഒരു കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയി എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരം നമ്മൾ മനസ്സിലാക്കണം. ആരാ ഇത് ക്ഷണിച്ചു വരുത്തിയത്? ഒന്നും രണ്ട് പേരാണോ? ഇപ്പോഴും കിട്ടാത്ത മനുഷ്യർ, ചിന്നിച്ചിതറിപ്പോയ ജനങ്ങൾക്കിടയിൽ നിന്ന് പാഠം പഠിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. എത്ര മനുഷ്യരാണ്? ഇനിയും 500-ലേറെ മനുഷ്യർ മരണപ്പെട്ടിരിക്കുന്നു. 200ഓളം മനുഷ്യർ ഇന്നും കിട്ടിയിട്ടില്ല. ചിതറി വിത്തറിച്ചു പോയ ശരീരങ്ങൾ വാരിക്കൂട്ടിയിട്ട് അത് തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങൾ ഒരു സമൂഹത്തിന് വന്നു പതിക്കുമ്പോൾ അത് നമ്മൾ കൂടി വിതച്ചതാണ്. മനുഷ്യരെ ചെയ്ത്തിന്റെ ഫലമായിട്ടാണ് ഭൂപ്രകൃതിയിൽ നാശങ്ങൾ ഉണ്ടാകുന്നത് എന്ന്, ദുരന്തങ്ങൾ കടന്നു വരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. കേരളത്തെ അമേരിക്ക ആക്കാൻ വേണ്ടി ഇറങ്ങിയ നമ്മൾ, കേരളത്തിൽ ഇരുന്നിട്ട് നമ്മൾ അമേരിക്ക ആക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. കേരളമായിരിക്കുന്നിടത്താണ് കേരളത്തിന്റെ വികസനം ഉണ്ടാവുക. നമ്മൾ അമേരിക്ക ആക്കാൻ വേണ്ടി ഓരോ ഭൂപ്രകൃതിക്ക് ഓരോ വികസനങ്ങളുണ്ട്. അമേരിക്ക ആക്കാൻ നടക്കില്ല, അത് നടക്കുന്ന കാര്യമല്ല. നമ്മൾ നാട് നശിക്കുകയുള്ളൂ. നമ്മുടെ നാട് അമേരിക്കയും ഇസ്രായേലും പോലും ഇന്ത്യയെ പോലെ ആകണമെന്നുള്ളതിൽ പഴയകാല ഇന്ത്യയെ പോലെ. എന്തുകൊണ്ടാണ് പോർച്ചുഗീസുകാർ, ബ്രിട്ടീഷുകാർ, അതുപോലെ അറബികളടക്കം ഇന്ത്യയിലേക്കുമായി ബന്ധം സ്ഥാപിച്ചതിൻ്റെ കാര്യം ഇന്ത്യയുടെ കാർഷിക സമ്പത്ത് കണ്ടിട്ട് തന്നെയാണ്. ഈ ഭൂപ്രകൃതിയിൽ നിന്ന് വിളയുന്ന സുഗന്ധവ്യഞ്ജനങ്ങൾ കണ്ടിട്ടാണ്. ഈ രാജ്യത്തിൻ്റെ സമ്പത്ത് കണ്ട അടിസ്ഥാന സമ്പാദ്യം എന്ന് പറഞ്ഞാൽ അന്നം തന്നെയാണ്. അതല്ലാത്തതെല്ലാം ലക്ഷറിയാണ്. ആഡംബരം എന്നുള്ളത് അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന സമൂഹത്തിന് പിന്നെ ആവശ്യമായിരുന്ന സംഗതികളാണ്. മനുഷ്യന് നിലനിൽക്കാൻ ആവശ്യമായത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമായിരുന്നു ഇന്ത്യ. പക്ഷേ ഇന്ത്യ ഇന്ന് ഇറക്കുമതിയിലാണ് ഏറ്റവും കൂടുതൽ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ പോലും പുറം രാജ്യങ്ങളിൽ ധാന്യങ്ങൾ പോലും സവാള പോലും അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ പോലും പച്ചക്കറിയും ധാന്യങ്ങൾ പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ആ ഗതികേടിലേക്ക് നമ്മുടെ രാജ്യം കുപ്പൂത്തിയിട്ടുണ്ട്. ഇന്ന് അമേരിക്ക ആകെ ഇപ്പോഴും അവരുടെ പ്രധാനപ്പെട്ട ധാന്യം ഗോതമ്പിനെ ആശ്രയിക്കുന്നത് അവർ റഷ്യയും അതുപോലെ 2 രാജ്യങ്ങളെയാണ്. ആ രാജ്യങ്ങളിൽ നിന്ന് പോലുമുള്ള ആ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് കർഷകർക്ക് പ്രത്യേകം ഓഫറുകൾ വെച്ചിട്ട്, പ്രത്യേക സ്കീമുകൾ കൊടുത്തിട്ട്, അവർക്ക് സർക്കാർ അങ്ങോട്ട് പണം കൊടുത്തിട്ട് ഒരേ സമയം 2 വിളകൾ എന്ന നിലയിലുള്ള കാർഷിക പദ്ധതിയെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റൊരു രാജ്യത്തെ ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ആവശ്യമായ ധാന്യം ഉൽപ്പാദിപ്പിക്കണമെന്ന്. ഇസ്രായേൽ എന്നുള്ള രാജ്യം അവർ ലോകത്തെ ഏറ്റവും വലിയ വൻകിട ശക്തികളാണ്. അവരാണ് ലോകത്തെ ഏറ്റവും വലിയ വികസന രാജ്യങ്ങൾ. അവരെ കണ്ടാൽ നമ്മൾ കെട്ടിടങ്ങൾ പണിയാനും ഇവിടെ ഫാക്ടറികൾ ഉണ്ടാക്കാനും ഇറങ്ങുന്നത്. പക്ഷേ 95% ആ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ആവശ്യമായ ഭക്ഷണവും ഇസ്രായേൽ സ്വയം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഹരിത വിപ്ലവത്തെ തുടർന്ന് കാർഷിക രംഗത്ത് വന്നിട്ടുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്തൊരു സമൂഹമാണ് ഇസ്രായേൽ. അവിടെ എല്ലാ ഐറ്റങ്ങളും ഉണ്ട്. നമ്മുടെ നാട്ടിൽ ഇസ്രായേലിൻ്റെ ഉരുളക്കിഴങ്ങ് കഴിക്കാത്ത മനുഷ്യരില്ല. ഇസ്രായേലിൽ നിന്ന് കടന്നു വരുന്ന ഉരുളക്കിഴങ്ങ് ലെയ്സിൻ്റെ പേരിൽ വരുമ്പോൾ അവരവിടെ ഉൽപ്പാദിപ്പിച്ച് അവരെന്ത് പാക്കറ്റ് ചെയ്ത് അവർ ഭക്ഷ്യവസ്തുവായി നമ്മുടെ നാട്ടിലെത്തിക്കുമ്പോൾ അത് വിൽക്കാത്ത ഏത് കടകൾ, പെട്ടിക്കടകൾ പോലും വിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ലെയ്സ്. നമ്മുടെ രാജ്യത്തേക്ക് കാർഷിക സമ്പത്തുകൾ ഒരുപാടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തേക്ക് ഇസ്രായേലിൽ നിന്ന് കാർഷിക ഉൽപ്പന്നങ്ങൾ കച്ചവടത്തിന് വേണ്ടി കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു? അവരെങ്ങോട്ട് പോയിരിക്കുന്നു ആലോചിക്കണം. അവരെ കണ്ടിട്ട് ഫാക്ടറികളും കെട്ടിടങ്ങളും അങ്ങനെ പല കോൺക്രീറ്റ് കാടുകളും ടൂറിസം പാക്കേജിന്റെ പുറകിലുള്ള ഒരുപാട് വികസനങ്ങളുമാണ് നമ്മുടെ കൺമുമ്പിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അടിസ്ഥാനപരമായ നിലനിൽപ്പിന്റെ അനിവാര്യ ഘടകങ്ങളിൽ തുരങ്കം വെച്ചുകൊണ്ടാകാൻ പാടില്ലായിരുന്നു ഇത്തരം ചിന്തകൾ. ഇതിനൊക്കെ വികസനമെന്ന് പറയാനേ കഴിയില്ല. ഇത് കുറച്ച് ആൾക്കാർ കുറച്ച് കാലത്തേക്ക് ആഡംബര ജീവിതം കിട്ടും. പക്ഷേ കാലാകാലം സമൂഹത്തെ ഒന്നടങ്കം ബാധിക്കില്ലേ? 2010 മാധവ് ഖാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നു.
അയാളുടെ റിപ്പോർട്ട് 14 സംഘം കമ്മിറ്റി വെച്ചിട്ട് ഇന്ത്യൻ പരിസ്ഥിതി വകുപ്പിൻ്റെ കീഴിൽ വന്ന ഒരു കമ്മിറ്റി ഉണ്ടാക്കിയ പഠന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരുമ്പോൾ 67% വരുന്ന പശ്ചിമഘട്ടം പർവ്വത നിരകൾ, കേരളത്തിൻ്റെ പർവ്വത നിരകൾ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. ഒന്ന് തൊട്ടുപോലും നോവിക്കാൻ പാടില്ല, അതിനൊന്ന് പിടിച്ചു ചീന്താൻ പോലും പാടില്ല, ഒരു മരം പോലും പിഴുതെടുക്കാൻ പാടില്ല. അതുകൊണ്ട് വനങ്ങൾ കയ്യേറരുത്, പശ്ചിമഘട്ടത്തെ കയ്യേറാൻ പാടില്ല എന്നൊരു പഠന റിപ്പോർട്ട് പുറത്തു കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ എല്ലാവരും കൂടി സമരത്തിനിറങ്ങി. ഇവിടുത്തെ ഭരിക്കുന്നവരടക്കം, ഇവിടുത്തെ ഭൂമാഫിയകളും ഇവിടുത്തെ കുത്തകകളും, ടൂറിസത്തിൻ്റെ മറവിൽ കോടികൾ കൊയ്യുന്ന, അതോടൊപ്പം തന്നെ പൊതുമുതലുകൾ, പൊതുസമ്പത്തായ ഏക്കർ കണക്കിന് വസ്തുക്കളും കോറികളും അതുപോലെ തന്നെ കാടുകളും സ്വന്തം പേരിൽ പതിച്ചെടുത്തിട്ട് അവിടെ വലിയ വലിയ കോൺക്രീറ്റ് മാളുകൾ പണിയുന്ന ആ ഒരു ഭൂമാഫിയകൾക്ക് എല്ലാവർക്കും കൂടി ഇതിനെ തടയേണ്ടതുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഇളക്കി വിട്ടു. നിങ്ങൾ 5 സെൻറ്റ് വീടും പോവും, 5 സെൻറ്റ് വീടും പോവും, നിങ്ങൾ കൃഷിമേഖല നശിക്കും എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇളക്കി വിട്ടിട്ട് ഈ റിപ്പോർട്ടിനെ തടഞ്ഞു. 2013 അതിനെ തുടർന്ന് പുതിയ പഠനവും റിപ്പോർട്ടും പുറത്തു വന്നു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 37% പശ്ചിമഘട്ടം സംരക്ഷിച്ചാൽ മതി, ബാക്കിയുള്ളതും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നൊരു ഭേദഗതി കൊണ്ടുവന്ന്, എന്നിട്ട് പോലും അതുപോലും അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് എതിർത്തുകൊണ്ട് ആ റിപ്പോർട്ടിനെ പോലും ചവട്ടുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഇവിടെ പാറക്കോറികൾക്ക് അനുവാദം കൊടുക്കുന്നത്, ഇവിടെ വനം വെട്ടി നികത്താനുള്ള അനുവാദം കൊടുക്കുന്നത് ടൂറിസത്തിൻ്റെ മറവിൽ. എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നുണ്ട്. നിങ്ങളെയും കൊണ്ട് ഈ ഭൂമി കുലുങ്ങിപ്പോകാതിരിക്കാൻ, ഭൂകമ്പങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഈ ഭൂമിയെ ആണുകൾ കൊണ്ട്, പർവ്വതങ്ങളാകുന്ന ആണുകൾ കൊണ്ട് അടിച്ചുറപ്പിച്ചവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആൻ. വൽ ജിബാല ഔതാദ എന്ന് പർവ്വതങ്ങളെ ആണുകളായി സംവിധാനിച്ചു എന്ന്. ഒരു ആണിക്കല്ലാണ് പർവ്വതങ്ങൾ എന്നുള്ളത്. ഭൂമിയെ ബലപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ഭൂമിയുടെ ആവാസ വ്യവസ്ഥയിൽ കാലാവസ്ഥയെ കൃത്യമായി നിയന്ത്രിക്കുന്നതിൽ പർവ്വത നിരകൾക്ക് വലിയ പങ്കുണ്ട്. ഈ കാടുകളും മേടുകളും മുട്ടക്കുന്നുകളും പാറകളും ഈ മലകളുമൊക്കെ കൃത്യമായ ഒരു ദൗത്യം നിർവഹിക്കുന്നുണ്ട്. കാറ്റിൻ്റെ ഗതി നിയന്ത്രിക്കുന്നുണ്ട്, കാർമേഘങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട്, തണുപ്പും ചൂടും മഴയും വെള്ളവും എല്ലാം നിയന്ത്രിക്കുന്നതിൽ ഈ മലകൾക്ക് വലിയ പങ്കുണ്ട്. കാലാവസ്ഥയെ നിയന്ത്രിക്കുന്നതിൽ ഇതിന് വലിയ പങ്കുണ്ട്. ഈ പ്രകൃതിയുടെ സന്തുലിതത്വം അത് തകിടം മറിയാതെ ആണിക്കല്ലുകളായി നിലകൊള്ളുന്നത് പർവ്വതങ്ങളാണ് എന്ന് വിശുദ്ധ ഖുർആൻ. ഈ ഖുർആൻ പറഞ്ഞതാണ്. ഈ പർവ്വതങ്ങൾക്ക് വലിയ കടമയുണ്ട് എന്ന്, വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന്. നമ്മുടെ ഈ വാസയോഗ്യമായ നിലയിൽ ഈ ഭൂമിയെ നിലനിർത്തുന്നതിൽ ഈ മൊട്ടക്കുന്നുകൾക്കും ഈ പശ്ചിമഘട്ടങ്ങൾക്കും ഈ പർവ്വതങ്ങൾക്കും കാനനങ്ങൾക്കും വലിയ പങ്കുണ്ട് എന്ന്. നശിപ്പിക്കല്ലേ എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ആ പാറകളാണ് പൊളിച്ചെടുക്കാനുള്ള കോറിക്കാർക്ക് അനുവാദം കൊടുക്കുന്നത്. ആ പാറകളാണ് പൊളിച്ചെടുക്കുന്നത് കോറിക്കാരായിട്ട് വരുന്നു, അതിന് പൊടിക്കുന്നു. പല തരത്തിലുള്ള വികസനങ്ങൾക്ക് വേണ്ടിയിട്ട് പാറകളും മൊട്ടക്കുന്നുകളും ഒക്കെ കയ്യേറുന്നു, വനങ്ങൾ കയ്യേറുന്നു. എന്തുകൊണ്ട് ഉൾപൊട്ടലുണ്ടാകുന്നു? നമുക്കറിയാം, ഈ ഭൂമിയുടെ ഉപരിതലത്തിന് ഉപരിയായിട്ട് ഇതിന് ഏറ്റവും കൂടുതൽ വെള്ളം പുറമെ ഒഴുകിപ്പോകുന്ന വെള്ളമല്ല. ഈ കൂടുതൽ മഴ പെയ്യുമ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക്, ഭൂഗർഭജല അറകളിലേക്കാണ് വെള്ളം സ്റ്റോർ ചെയ്യുക. വെള്ളം കൂടുതലായി ഒഴുകുന്നത് ഗ്രൗണ്ടിന് അടിയിൽ കൂടെയാണ്, മുകളിലൂടെയല്ല. ഉപരിതലത്തിലൂടെ ഒഴുകുന്ന വെള്ളങ്ങൾ കൂടുതലായി അത് എന്ത് ചെയ്യും, കൃത്യമായി കടലിലേക്ക് എത്തുകയും ബാഷ്പീകരണത്തിലൂടെ പിന്നെയും മഴയായി കടന്നു വരികയും ചെയ്യും. നമ്മൾ ആശ്രയിക്കുന്നത്, നമ്മുടെ കൃഷിക്കാണെങ്കിലും കുടിക്കാനാണെങ്കിലും നമ്മുടെ മറ്റെല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഭൂഗർഭജല അറകളാണ്. അവിടെയുള്ള സോഴ്സുകളിലുള്ള വെള്ളമാണ്. ആ വെള്ളത്തെ സംരക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിന് കുറേ സംവിധാനമുണ്ട്. ആ സംവിധാനത്തെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ പ്രാർത്ഥന ഉണ്ടാകുന്നത്. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്ന്. ആ പ്രാർത്ഥനയുടെ പൂർത്തീകരണം അല്ലാഹുവേ, കാടുകളിലും വനങ്ങളിലും ചതുപ്പ് നിലകളിലും പാറകളിലുമായി ഈ മഴ വർഷിപ്പിക്കണേ അല്ലാഹുവേ എന്ന്. ജനവാസ മേഖലയിൽ സമൃദ്ധമായ മഴ ലഭ്യമാവുകയും അതിൽ കവിഞ്ഞ് പാർക്കാനും അവർക്ക് വസിക്കാനും കഴിയാത്ത വിധം അപകടകരമായ വിധത്തിൽ മഴയുടെ വർധനവുണ്ടാവുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവേ, ഈ മഴകളെ നീ പ്രയോഗിക്കേണ്ടത് കാനനങ്ങളിലാണ്. അല്ലാഹു കാടുകളിലും പാറകളിലും അതുപോലെ ചതുപ്പ് നിലങ്ങളിലും ഈ മഴ വർഷിപ്പിച്ചുകൊണ്ട് അതിനെ സ്റ്റോർ ചെയ്യണേ അല്ലാഹുവേ. തൽക്കാലം ജനവാസ മേഖലയിൽ നിന്ന് നമ്മുടെ മേഖലയിൽ നിന്ന് ഈ മഴയൊന്നും മാറ്റി നൽകണേ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം ജലങ്ങളുടെ ഈ സ്രോതസ്സുകളായി നിലകൊള്ളേണ്ട സംഗതികളാണ്, ഇനി സംഭരിച്ച് വെക്കേണ്ട സ്ഥലങ്ങളാണ് ഈ കാരണം. ഒരു ഹെക്ടർ വനമുണ്ടെങ്കിൽ 30,000 ഘനകിലോമീറ്റർ ജലം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടാകും ഒരു ഹെക്ടർ വനത്തിന്. അത്രയും സംഭരിച്ചു വെക്കാനുള്ള കപ്പാസിറ്റി അതിനുണ്ട്. പർവ്വതങ്ങൾ ഏറ്റവും കൂടുതൽ ജലസംഭരണികൾ, ജലം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നതും അത് പുറന്തള്ളുന്നതും അത് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് നൽകുന്നതും എല്ലാം ഇവിടെ നോക്കും. നമ്മൾ കാണുന്ന ഏറ്റവും കൂടുതൽ പുഴകളും അരുവികളും ഒക്കെ ഉത്ഭവിക്കുന്നത് പാറകളിൽ നിന്നാണ്, പർവ്വതങ്ങളിൽ നിന്നാണ്, മലനിരകളിൽ നിന്നാണ്. ഖുർആൻ പറഞ്ഞത് ഇന്ന മിൻഹ, പിച്ചമായും പാറകളിലും എന്ത് ചെയ്യും, അത് കണക്കിന് പർവ്വത നിരകളിലും അതിൽ നിന്ന് ഉറവയായി സമുദ്രങ്ങളും പുഴകളും ഒഴുകാറുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ.
കൊച്ചു കൊച്ചു അരുവികൾക്ക് അത് ജന്മം കൊടുക്കാറുണ്ട്. പർവ്വതങ്ങളെന്ന് വിശുദ്ധ ഖുർആൻ. ഇന്ന് ഏറ്റവും കൂടുതൽ നമുക്ക് വളരെ തണുപ്പുള്ളതും ശുദ്ധവുമായ വെള്ളം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ പാറകളാണ്. അത് സംഭരിച്ചു വെക്കുന്ന വെള്ളമാണ്. ഈ ജലഗോപുരങ്ങളാണ് നമ്മുടെ പ്രകൃതിയിലെ വാട്ടർ ടാങ്കുകളായിട്ട് കൂടി ദൗത്യമുണ്ട് പർവ്വതങ്ങൾക്ക്. അത് ഇടിച്ചു നിരത്തിയാൽ ഈ വെള്ളം എവിടെ സ്റ്റോർ ചെയ്യപ്പെടും? ഈ മരങ്ങൾ മുഴുവൻ വെട്ടിനിരത്തിയാൽ, ഈ കാടുകളെല്ലാം വെട്ടിനിരത്തിയാൽ ഈ വെള്ളം എവിടെയാണ് പിടിച്ചു വെക്കുക? എവിടെ നിലനിൽക്കുന്നത്? ഇല്ല. അതിനൊക്കെ ഈ ചതുപ്പ് നിലങ്ങൾ നമ്മൾ നികത്തുമ്പോൾ ഈ വെള്ളം എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്? 1 ഹെക്ടർ നെൽപ്പാടമുണ്ടെങ്കിൽ അവിടെ 30 ലക്ഷം ലിറ്റർ വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയും. 1 ഹെക്ടർ നെൽപ്പാടമുണ്ടെങ്കിൽ, ചതുപ്പ് നിലമുണ്ടെങ്കിൽ, കൃഷി ചെയ്താലും ഇല്ലെങ്കിലും. അപ്പോൾ ഈ വെള്ളങ്ങളൊക്കെ സ്റ്റോർ ചെയ്യേണ്ട സ്ഥലങ്ങളെല്ലാം നമ്മൾ ഇടിച്ചു നിരത്തി വനങ്ങൾ മുഴുവനും കയ്യേറിയിട്ടുണ്ട്. ടൂറിസത്തിൻ്റെ മറ പിടിച്ചുകൊണ്ട് വനങ്ങൾ കയ്യേറിയിട്ട് റിസോർട്ടുകൾ പണിതു. പൊതുവലായ പൊതുസമ്പദ്യങ്ങൾ വ്യക്തിപരമായി ഭൂമാഫിയകൾ കൈയടക്കി വെച്ചു. അതിനൊക്കെ ഒത്താശ കൊടുത്തുകൊണ്ട് സർക്കാരുകൾ കൂടെ നിന്നു. അതിൻ്റെ തിക്തഫലമാണ് ഈ സമൂഹം അനുഭവിക്കുന്നത്. 5 or 6 സെൻറ്റോ ഉള്ള മനുഷ്യർ ജീവിച്ചതുപോലെയല്ല. ഏക്കർ കണക്കിന് വനഭൂമിയാണ് വെട്ടി നിരത്തിയിട്ട് ഇവിടെ സ്വകാര്യ വ്യക്തികൾ കയ്യിൽ വെച്ചിരിക്കുന്നത്. എങ്ങനെ ഈ വെള്ളം ശേഖരിക്കപ്പെടും? എങ്ങനെ സംഭരിക്കപ്പെടും? പുറമേയുള്ള ഉപരിതലത്തിലുള്ള ഉറപ്പൊന്നും ഭൂമിയുടെ അടിയിലേക്കില്ല. ഭൂമിയുടെ അടിയിലേക്ക് 30,000 കിലോമീറ്ററോളം ഏകദേശം ദുർബലമായ മണൽത്തിട്ടകളാണ് ഈ ഭൂമിക്കുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളിൽ വെള്ളം സോഴ്സായി കൃത്യമായി അത് സംഭരിക്കാനുള്ള സംവിധാനമില്ല എങ്കിൽ, അതിന് വെള്ളം കൊടുക്കുന്ന പർവ്വതങ്ങളും മരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു പോയാൽ ഭൂമിക്കടിയിലൂടെ കുത്തൊഴുക്കായിട്ട് മണ്ണിനെയും ഇടിച്ചു തകർത്തുകൊണ്ട് കടന്നു വരല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതാ ഉരുൾപൊട്ടൽ. അങ്ങനെ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നത് ഭൂമിയുടെ അടിയിൽ വെള്ളം ശേഖരിച്ച് വെക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ തകർത്ത് കഴിയുമ്പോൾ ഈ വെള്ളത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പിടിച്ചു നിർത്താൻ ഈ ദുർബലമായ മൺതിട്ടകൾക്കും കഴിയാതെ വരുമ്പോൾ, മണ്ണും വെള്ളവുമായിട്ട് ഇടിച്ചുകുത്തി ജനങ്ങളിലേക്ക് അത് ഇറങ്ങി വരുമ്പോൾ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. മനുഷ്യൻ എത്രയോ ദുർബലനാണ് അള്ളാഹുവിൻ്റെ പല തീരുമാനങ്ങൾക്ക് മുമ്പിൽ. വെള്ളത്തെ പോലും അതിജീവിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. കാറ്റിനെ പോലും ജയിക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ. മണ്ണിൽ എത്രയൊക്കെ അഹങ്കരിച്ചാലും ഞാൻ വലിയ കേമനാണെന്ന് ആരെയും ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടമുണ്ട് എന്ന് സ്വയം കണക്കാക്കിയിട്ട് വലിയ നെഞ്ചു വിരിച്ചു നിന്നുകൊണ്ട് ആരെയും വെല്ലുവിളിക്കുന്ന മനുഷ്യ, ഒരു വെള്ളത്തിന് മുമ്പിൽ പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്തവനാണ് മനുഷ്യൻ എന്ന ദൗർബല്യമുണ്ടല്ലോ. നിന്റെ നിസ്സഹായതയെ വിളിച്ചു പറയുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഒന്നുകൂടിയാണ് ഈ നടക്കുന്ന ദുരന്തങ്ങൾ. നമ്മളെ കൊണ്ട് ഇതൊന്നും താങ്ങാൻ കഴിയില്ല. പടച്ചവൻ്റെ ഒരു തീരുമാനത്തെ പോലും അതിജീവിക്കാൻ കഴിയാത്തവരാണ് നമ്മൾ. ഈ ഭൂമിയിൽ പോലും എന്തൊക്കെ സംവിധാനങ്ങൾ, എന്തൊക്കെ ആസൂത്രണങ്ങൾ, എന്തൊക്കെ പഠനങ്ങൾ, എന്തൊക്കെ വിദഗ്ധമായ സമിതികൾ എന്തൊക്കെ ഉണ്ടായിട്ടെന്താണ്? ഒരു നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യനെ പോലും വീണ്ടെടുക്കാൻ, അർജുനെ കണ്ടുപിടിക്കാൻ പോലും നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. ഇനിയും 200-ലേറെ മനുഷ്യരാണ് മിസ്സിംഗ് ഉള്ളത് വയനാട്ടിൽ, ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. എത്രയൊക്കെ സംവിധാനമുണ്ട് മനുഷ്യൻ്റെ മുമ്പിൽ. പക്ഷെ മനുഷ്യന് ജയിക്കാൻ കഴിയില്ല അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളെ. ഈ പ്രകൃതിയുടെ ഈ ദുരന്തങ്ങൾ ജയിക്കാനെങ്കിലും മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് പരിസ്ഥിതിയുമായി ഇണങ്ങിയൊരു ജീവിതമാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദ വികസനങ്ങൾക്കാണ് ഇസ്ലാം മുൻതൂക്കം കൊടുക്കുന്നത്. അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞൊരു വാചകമുണ്ട്, ഹാദാ ഉഹുദുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു എന്ന്. ഇത് ഉഹുദ് മലയാണ്, ഇത് ഉഹുദ് മലയാണ്, നമുക്കതിനെ ഇഷ്ടമാണ്, അതിന് നമ്മളെയും ഇഷ്ടമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു മലയെ നോക്കിയിട്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഓരോ കുന്നുകളും മലകളും. അതിനോടൊരു സെൻറ്റിമെൻറ്റ്സ് ഏതൊരു മനുഷ്യനും നമുക്ക് ചുറ്റുമുള്ള കുന്നുകളോടും മലകളോട് പോലും നമ്മൾ ജീവിക്കുന്ന ആ ഒരു ജീവിത വ്യവസ്ഥയിൽ കൃത്യമായി പങ്കു പുലർത്തുന്ന, നമ്മൾ ഇപ്പോഴും കാണുന്ന ആ മലകളോട് പോലും നമുക്കൊരു സ്നേഹവും ഒരു വൈകാരികമായ ഒരു ബന്ധവുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. ഞാൻ താമസിക്കുന്ന പ്രദേശത്ത് പോലും ആയിരവല്ലിപ്പാറ എന്നൊരു പാറ ഉണ്ട്. ആ പാറയും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ ഭാഗമായിട്ട് പൂർണ്ണമായിട്ട് പൊളിച്ചെടുത്ത് ഇവിടെ അദാനിക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നടക്കുന്നുണ്ട്. അപ്പോൾ ജനകീയ സമരങ്ങൾ നടക്കുന്നു. അവിടെ പലർക്കും ഇതിൻ്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചൊന്നും വലിയ ബോധവാന്മാരല്ല അവിടുത്തെ സമൂഹം. കുറച്ചൊക്കെ പേര് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും കൂടുതൽ ആൾക്കാരും പഴയ ആൾക്കാരും ആ മലയോടുള്ള, ആ കുന്നിനോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കൊണ്ടാണ്, അതിനോടുള്ള ഒരു മാനസിക അടുപ്പം കൊണ്ടാണ് അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ജനകീയ സമരവേദികളൊക്കെ ഒരുക്കിയിട്ട് അതിനു വേണ്ടി ഇപ്പോഴും സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സർക്കാരുകൾ ഈ ജനങ്ങൾ കയ്യേറ്റം നടത്തിയിട്ട് പാറകൾ കയ്യേറുകയോ മലകൾ കയ്യേറുകയോ കാനനങ്ങൾ കയ്യേറുകയോ ചെയ്യുമ്പോഴത്തേക്ക് തടയാൻ നിൽക്കേണ്ട ഗവൺമെൻറ് ഇതൊക്കെ പൊളിക്കാൻ നിൽക്കുകയും ജനങ്ങൾ അതൊക്കെ തടയാൻ നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്നുള്ളത് എത്ര വലിയ വിരോധാഭാസമാണ്. ഈ ജനങ്ങൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ഭീഷണി നേരിടുന്ന സ്ഥലങ്ങളുടെ പട്ടിക എടുക്കുമ്പോൾ നെടുമങ്ങാട് ഒരു ഭാഗമാണ്. ഈ പറയപ്പെടുന്ന പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലിന് വലിയ സാധ്യതയുള്ള ഭാഗങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മുമ്പിൽ വലിയ ഭീഷണിയായി നിൽക്കുമ്പോഴും നമ്മളിപ്പോഴും എന്താണ് അവസാന നിമിഷം വരെയും നമുക്കിതിനെ ഊറ്റിയെടുക്കാമെന്നുള്ള ചിന്തയിലാണ് നമ്മളുള്ളത്.
ക്ഷീരമുള്ള അകടിൻ ചുവടിലും കൊതുകിന് കൗതുകം ചോര എന്ന് പറയും പോലെ ഇപ്പോഴും നമ്മൾ നോക്കുന്നത് എത്ര വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകട്ടെ, ഇനിയും അവസാനത്തെ പർവ്വതം കൂടി ഇടിച്ചു നിരത്തിയിട്ട് കോർപ്പറേറ്റുകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ കൂടി ഇങ്ങ് എടുക്കാം എന്നുള്ള നിലയിലാണ് നമ്മൾ വികസനം നിങ്ങളെ നോക്കി കാണുന്നത്. ഇത് വലിയ അബദ്ധമായൊരു തീരുമാനമാണ്. ഇതിലേക്ക് മാറി ചിന്തിക്കാൻ സമൂഹം തയ്യാറാകണം. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ ഏതൊരു വിഷയത്തിലും ഇസ്ലാമിന് വ്യക്തമായ നിരീക്ഷണങ്ങളുണ്ട്, നിലപാടുകളുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടൊരു ജീവിത രീതിയിലേക്കൊക്കെ മാറി ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ നാട് സമ്പന്നമാകും, ഭദ്രമാകും. സൊസൈറ്റിയിൽ എല്ലാ ജനങ്ങൾക്കും നിർഭയത്വത്തോടു കൂടി ജീവിക്കാനും കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വയനാട്ടിൽ ഉണ്ടായ ദുരന്തം നമ്മളെല്ലാവരും അതിൻ്റെ ദൃശ്യമാധ്യമങ്ങളിലൂടെ തന്നെ ഒരുപാട് അതിൻ്റെ തോത് തീവ്രത എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന വിധത്തിൽ നമ്മളുടെ മുമ്പിൽ വാർത്താ ചാനലുകൾ അതിൻ്റെ വീഡിയോകൾ എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ദുരന്തത്തിൻ്റെ വ്യാപ്തി നമ്മളെല്ലാവരും കൃത്യമായി മനസ്സിലാക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ തൻ്റേതായ ഒരു പങ്കാളിത്തം വരുത്തണമെന്നൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. സ്വാഗതാർഹമായ ഒരു വികാരമാണ്, നല്ല കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് വ്യക്തമായ ഒരു ആസൂത്രണവും ഒരു പ്ലാനിങ് ഉണ്ടാവണം. വെറുതെ വൈകാരികമായ ഒരു പ്രകടനമായിട്ട് ഇത്തരം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ മാറാതിരിക്കാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. ഇപ്പോൾ വയനാട്ടിൽ ഇത്ര കിലോമീറ്ററുകൾ 400 കിലോമീറ്ററിനപ്പുറത്ത് നിൽക്കുന്ന വയനാട് ജില്ലയിലേക്ക് നമ്മൾ അടിസ്ഥാന ആവശ്യ വസ്തുക്കൾ, ഭക്ഷണ സാധനങ്ങൾ, വെള്ളം, വസ്ത്രം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളതൊക്കെ ഇവിടെ നിന്ന് നമ്മൾ ശേഖരിച്ച് കൊണ്ടുപോകുന്ന രീതിയൊക്കെ കണ്ടുവരുന്നുണ്ട്. ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും പരിഗണിക്കപ്പെടേണ്ട നല്ലൊരു സൽപ്രവൃത്തി തന്നെയാണ്. പക്ഷേ നമുക്കറിയാം, നമ്മളെയൊക്കെ ഒരു മലയാളികൾ എന്നല്ല സമൂഹത്തിൻ്റെ പൊതുവായ ഒരു രീതി എന്ന് പറയുമ്പോഴത്തേക്കും ഇത്തരം ഒരു ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ആ ദുരന്തമുഖത്ത് നിന്ന് രക്ഷപ്പെട്ട അതിജീവിതർക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ തയ്യാറാകുന്നൊരു മനോഭാവമാണ് പൊതുവിൽ സമൂഹത്തിനുള്ളത്. അത് അവരുടെ ഒരു വൈകാരികമായ ഒരു ആവേശം കൂടിയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല വ്യാപകമായിട്ട് തൊട്ടടുത്ത 2 ജില്ലകളിൽ നിന്ന് വന്നാൽ തന്നെ അവർക്ക് ഒരു പക്ഷേ ഇനിയുള്ള ഒരു മാസക്കാലത്തേക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഉടുക്കാനുള്ള വസ്ത്രവും നാപ്കിനുകളും ഒക്കെ അവർക്ക് ലഭ്യമാകും. പക്ഷെ എന്നിട്ടും നമ്മൾ എന്ത് ചെയ്യുക, ഒരു ആവശ്യത്തിനപ്പുറത്തേക്ക് എന്ത് വന്നാലും നമ്മൾ കഴിച്ച് വേറെ വീർത്തതിന് ശേഷം പിന്നെയുള്ള ഒരു ആഹാരം അത് വേസ്റ്റ് തന്നെയാണ് പലപ്പോഴും. അവർക്ക് മതിയായത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നമ്മളെന്തോ ഒരു ചടങ്ങ് പോലെ കുറേ കൊടുത്തു വിടുന്നതിൽ കാര്യമില്ല. സത്യത്തിൽ അവരെ ബാധിക്കുന്ന വിഷയം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരെ ഇപ്പോൾ ബാധിക്കുന്ന വിഷയം അവരുടെ ഭക്ഷണമല്ല, അവരുടെ താൽക്കാലികമായി പാർക്കാനുള്ള സംവിധാനമല്ല, അവരുടെ എന്ത് ചെയ്യുക വസ്ത്രമോ മറ്റ് നാപ്കിനുകളോ മറ്റ് അടിയന്തര ആവശ്യങ്ങളുള്ള ഒരു വസ്തുവുമല്ല. അതൊക്കെ കൃത്യമാർക്ക് ലഭിക്കുന്നുണ്ട്, അത് കൊടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇനി എനിവേ ഒരു മാർഗവും അവർക്ക് കിട്ടുന്നില്ല എങ്കിൽ അത് ലോകത്തെ അറിയിക്കാൻ ഒരുപാട് സോഷ്യൽ മീഡിയ മാധ്യമങ്ങളുണ്ടെന്ന്, ഒരുപാട് മാധ്യമങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഏതോ കോണിക്കിടക്കുന്ന ഒരാളുടെ കിഡ്നി രോഗത്തിൻ്റെ വിഷയം പോലും യൂട്യൂബ് വഴിയും മറ്റുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ ഈ ഒരു പ്രശ്നം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിൽ എത്തും. പ്രശ്നങ്ങളും കാര്യങ്ങളും ഗ്രൗണ്ട് മനസ്സിലാക്കാതെ നമ്മൾ വൈകാരികമായ ഒരു ആവേശപ്പെടുന്നത് കുറേ സാധനങ്ങൾ ശേഖരിച്ച് കൊടുക്കുക എന്നതിൽ അർത്ഥമില്ല. അത് മാത്രമല്ല, ഇത്തരം കാര്യങ്ങൾക്ക് മുൻപിൽ നിൽക്കുന്നവർ, അത് സന്നദ്ധ സംഘടനകളാകാം, നാട്ടിലെ ചെറുപ്പക്കാരുടെ പ്രത്യേക ഒരു കൂട്ടാകാം, രാഷ്ട്രീയ പാർട്ടികളാകാം, മതസംഘടനകളാകാം, മഹല്ല് സംവിധാനങ്ങളാകാം, ആര് ചെയ്താലും നിർബന്ധിച്ചുള്ള ഒരു ബലാത്കാരമായി പിടിച്ചു വാങ്ങിക്കൊണ്ടുള്ള ഈ ഒരു ദുരന്ത മുഖത്ത് എത്തിക്കുന്ന ഒരു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഒരു പുണ്യവുമില്ല. പലരും ഭീഷണിയാണ്. എനിക്ക് കുറേ സാധനങ്ങളോട് അവിടെ പോകണം, അല്ലെങ്കിൽ കൊടുത്തു വേണം നമ്മുടെ ഒരു കമ്മിറ്റിക്ക് കൊടുത്തു. അപ്പോൾ നാട്ടിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുക, വ്യാപാരികൾ അല്ലെങ്കിൽ വീട്ടുകാരോട് എടുക്കാൻ ഒരു ദുരിത സമയത്ത് തരണ്ടേന്ന് എടുക്കാൻ ആരും കൊടുത്തിട്ടില്ല. അവൻ്റെ അവസ്ഥ അവനെ അറിയാവും. അതുകൊണ്ട് ഒരു പിടിച്ചു പറയുന്ന സ്വഭാവം ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. ആര് ചെയ്താലും ഒരു പിടിച്ചു പറയുന്ന സ്വഭാവം ഉണ്ടാവരുത്. തരുന്നെങ്കിൽ നന്ദിയോടെ സ്വീകരിക്കുക, കൊണ്ടെത്തിക്കാം, കുഴപ്പമില്ല. ഒരു മനുഷ്യന് പിന്നെയും എന്ത് ചെയ്യുക, അയാൾക്ക് ക്യാൻവാസ് ചെയ്ത് അയാളെ വാങ്ങിക്കുക, ബലാത്കാരമായി വാങ്ങിച്ചെടുക്കുക, അതിലൊന്നും ഒരു കാര്യമില്ല. അവരുടെയൊക്കെ അവസ്ഥ അവർക്കേ അറിയാവൂ. ഒരുപാട് സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്നവരാണ് എല്ലാ മനുഷ്യരും. പലപ്പോഴും ആ പ്രതിസന്ധിയിൽ പോലും ഇത്തരം ദുരന്തങ്ങൾ കാണുമ്പോൾ കൈയടിച്ച് സഹായിക്കുന്നവരാണ് മനുഷ്യൻ. അതുകൊണ്ട് തന്നെ ഒരു പിടിച്ചു പറയ സ്വഭാവം ഒരു മനുഷ്യന്, നമ്മളെ ആൾക്കാർ പ്രത്യേകിച്ച് എന്നെ കേൾക്കുന്ന ആൾക്കാരെ കൂടാണ് ഇത് പ്രധാനമായിട്ട് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത്തരം ഒരു രീതിയിൽ ജനങ്ങളെ സമീപിക്കാൻ പാടില്ല. ഏത് ഘട്ടത്തിലാണെങ്കിലും ഒരു പിടിച്ചു പറയുടെ സ്വഭാവം ഒരിക്കലും ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ കടന്നു വരാനേ പാടില്ല. അവരായിട്ട് നൽകും. പിന്നെ മറ്റുള്ളവരെ വിചാരണ ചെയ്യാൻ മോഹൻലാൽ കൊടുത്തില്ലേ, മമ്മൂട്ടി കൊടുത്തില്ലേ, യൂസുഫ് അലി കൊടുത്തോ, ഇവരൊക്കെ ഈ പണം കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്, അതിൻ്റെയും കാര്യമില്ല. ഇതൊന്നും ആരുടെയും വ്യക്തിപരമായ ബാധ്യതയല്ല. ഓരോ മനുഷ്യൻ്റെയും മനസ്സിൻ്റെ വിശാലതയും ഉദാരതയുമാണ്. കൊടുക്കുന്നവർക്ക് കൊടുക്കാം, ഇല്ലാത്തവർ കൊടുക്കേണ്ട, അത് അവരുടെ പ്രശ്നമാണ്. നമ്മൾ അതിനൊക്കെ വേണ്ടിയിട്ട് വ്യക്തിപരമായി സോഷ്യൽ മീഡിയയിൽ കയറി നിന്നിട്ട് ഓരോരുത്തരെയും വിചാരണ ചെയ്യാനെങ്കിലും നിൽക്കേണ്ട. എന്തെങ്കിലും നമ്മൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ നമ്മളിതിൽ ഭാഗമാക്കുക. അത് ശ്രദ്ധിക്കുക. ഈ 2 കാര്യങ്ങൾ. പിന്നെ നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നുള്ളത്, അവരുടെ പ്രശ്നം ഞാൻ ഈ പറഞ്ഞല്ലോ, അടിസ്ഥാനപരമായ ആവശ്യങ്ങളില്ല. ഒരു ഗ്രാമമേ നശിച്ചു പോയൊരു സമൂഹം അവരെങ്ങനെ പുനരധിവസിപ്പിക്കുമെന്നുള്ളത് തന്നെ സർക്കാരിൻ്റെ മുമ്പിൽ പോലും വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ്.
അവശേഷിക്കുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ, മരണപ്പെട്ടു പോയ അവരിൽ നിന്ന് അവശേഷിക്കുന്നവർ. അതിൽ അനാഥരായ മക്കളുണ്ടാകും, വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരുണ്ടാകും, അതിന് മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവരുണ്ടാകും, അത് കണക്കിന് മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കളുണ്ടാകും. അങ്ങനെ ഒരുപാട് പേര് അവശേഷിക്കുന്നുണ്ട്. അവരൊക്കെ ഇനി ഒന്നേന്ന് അവർ തുടങ്ങുക എന്ന് വെച്ചാൽ 0-ൽ നിന്ന് തുടങ്ങുക എന്ന് പറയുമ്പോഴത്തേക്കും വലിയ പ്രയാസമുള്ള കാര്യമാണ്. അവർക്കിനി ഒരു വസ്തു വേണം, അവിടെ ഒരു പാർപ്പിടം വേണം, ആ പാർപ്പിടത്തിന് ആവശ്യമായ സാധനങ്ങൾ വേണം, അവർ നഷ്ടപ്പെട്ടു പോയ തൊഴിലുകൾ വീണ്ടെടുക്കണം, കച്ചവടങ്ങൾ കടകളെല്ലാം വീണ്ടെടുക്കണം. വലിയൊരു ഭാരിച്ചൊരു ബാധ്യതയുടെ മുമ്പിൽ അവർ നിൽക്കുന്നത്, വലിയൊരു ബുദ്ധിമുട്ടിന് മുമ്പിലാണ് നിൽക്കുന്നത്. അത്തരം ആൾക്കാരെ ഏറ്റെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അവരിലേക്ക് എത്തിപ്പെടാൻ നമ്മൾ കൊടുക്കുന്ന ഒരു 1000 രൂപയോട് 10,000-ഓ 1,00,000-ഓ എത്രയോ ആവട്ടെ, അത്തരം ആൾക്കാരൊന്ന് ഇനി അവർക്ക് പിടിച്ചു കയറാനുള്ള ഒരു പിടിവള്ളിയാക്കി നിൽക്കുന്ന വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഏകീകരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. അല്ലാതെ കുറേ ക്യാനുകളിൽ വെള്ളവും കുറേ ബിസ്ക്കറ്റുകൾ ഇങ്ങനെ വാരിക്കയറ്റി വിടുന്നത് ഒരു കാര്യവുമില്ല. അങ്ങനെ എന്തൊക്കെയോ കൊടുത്തു വിട്ടിട്ട് സ്വയം സായുജ്യമടയുന്നവർ കർത്തവ്യം പൂർത്തിയാക്കി, കടമ പൂർത്തിയാക്കി എന്ന് കരുതല്ലേ, അവിടെ ഒന്നും പൂർത്തിയാവുന്നതല്ല. യഥാർത്ഥ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ എല്ലാവരും ഇവരെ കൈയൊഴിയുന്നതാണ് എല്ലാ ദുരന്ത മുഖത്ത് നമ്മൾ അവസാനം കാണുന്നത്. ഈ സമയത്ത് എല്ലാവരും കൂടെ വരും, സർക്കാർ വരും, എല്ലാവരും വന്നു വരും. അവസാനം ഇവർ എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരു മനുഷ്യന് തിരിഞ്ഞു നോക്കാണ്ടാവില്ല. സർക്കാർ സംവിധാനങ്ങൾ പോലും എൻ്റെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട്, എൻ്റെ മക്കളെ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യണം, സഹായം പറഞ്ഞത് തരണമെന്ന് പറഞ്ഞാൽ നിൻ്റെ മക്കളെ നഷ്ടപ്പെട്ടതിന് രേഖ എവിടെ? നീ തന്നെയാണോ അവിടെ ജീവിച്ചിരുന്ന രേഖ എവിടെ? ഇയാൾ രേഖകൾ എന്തെങ്കിലും ബാക്കിയുണ്ടോ? എല്ലാ രേഖകളും കൊണ്ടാണ് പോയത്. എന്നാലും ഉദ്യോഗസ്ഥന്മാരെ മുമ്പിൽ പോയി നിന്നിട്ട് അവർക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ സർക്കാരുകൾ അനുവദിച്ച ഈ സംവിധാനങ്ങൾ പോലും കൈപ്പറ്റിയെടുക്കാൻ പോലും കഴിയാതെ ഇന്നും ദുരന്ത ഭൂമുഖത്ത് ബാക്കിയായ ഒരുപാട് ആൾക്കാർ പല മേഖലയിലും കാണാൻ കഴിയും. അപ്പോൾ അത്തരം ആൾക്കാരെ സഹായിക്കാൻ നമ്മൾ മറന്നു പോകാൻ പാടില്ല. അവരെയൊക്കെയാണ് നമ്മൾ കൈപിടിച്ച് ഉയർത്തേണ്ടത്. വലിയ ദൗത്യം നമുക്കുണ്ട്. ഒരു മനുഷ്യൻ്റെ കഷ്ടം, ഒരു മനുഷ്യൻ്റെ നഷ്ടം, ഒരു മനുഷ്യൻ്റെ പ്രയാസം അത് ദൂരീകരിക്കുന്ന വിശ്വാസിക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ചിന്തിച്ച് വിവേകപൂർവ്വം പ്രവർത്തിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.